ശക്തമായ മഴയിൽ തൃശൂർ തോട്ടുപാലത്ത് ഒരു വീട്ടിലെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന 2 ഇരുചക്ര വാഹനങ്ങളും ഗ്യാസ് സിലിണ്ടറും മോട്ടോറുകളും കിണറ്റിലേക്ക് ഇടിഞ്ഞു വീണു. കിണറിനോട് ചേർന്ന ഭിത്തിയും ഇടിഞ്ഞതോടെ വീട് അപകടാവസ്ഥയിലാണ്. രാവിലെ എണീക്കുമ്പോൾ ഒരു ശബ്ദം കിട്ടി. ശബ്ദം കിട്ടുമ്പോൾ ഞാൻ പുറത്ത് നോക്കുമ്പോൾ ഞാൻ ഇട്ട് വിട്ട് വിചാരിച്ചു. പക്ഷെ ഞാൻ പുറത്ത് നോക്കുമ്പോൾ കിണറിടിച്ച് വീഴുന്നതാ. കിണറിടിച്ച് വീഴുന്നത് നോക്കുമ്പോൾ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 2 ബൈക്ക് ഉണ്ടായിരുന്നു, അതും പോയി. ഗ്യാസ് കുറ്റി എല്ലാം പോയി. കിണർ ഇടിഞ്ഞു വീഴുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ലിഷോയ്. പക്ഷെ ഇതിപ്പോൾ വലിയ ഗുരുതരമായ വീടിനോട് തൊട്ട് ചേർന്നാണോ കിണറുണ്ടായിരുന്നത്? ആ പ്രദേശത്ത് ഭൂമിയൊക്കെ പൊതുവെ ഇങ്ങനെ ഒരു താഴ്ന്ന സ്വഭാവമുള്ള ഭൂമിയാണോ? മുൻപ് ആ പ്രദേശത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ എരുമപ്പെട്ടിക്കടുത്ത് കാഞ്ഞിരത്തോടാണ് സിത്താര ഹൗസിൽ സേതുവിൻ്റെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞ് താഴ്ന്നത്. ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന തൊട്ടടുത്ത വീട്ടിലെ, അതായത് ഈ വീട്ടിലെ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ഇതര സംസ്ഥാനക്കാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ വാഹനമാണ് ഈ കിണറിനോ അടുത്ത് വെച്ചിരുന്നത്. അത് ഈ കിണറിടിഞ്ഞ സമയത്ത് ആ ഭാഗത്തുണ്ടായിരുന്ന ബൈക്കാണ്. അത് നേരെ ഈ കിണറിനകത്തേക്കും ഇടിഞ്ഞ് വീഴുകയാണ് ഉണ്ടായത്. ആ ബൈക്ക് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഗ്യാസ് കുറ്റിയും അതിനോടൊപ്പം അതിന് തൊട്ടടുത്തുണ്ടായിരുന്ന മതിലും അതുപോലെ തന്നെ ഈ കിണറും തമ്മിൽ അധിക ദൂരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കിണറിടിഞ്ഞ ഒരു സമയത്ത് വീടിൻ്റെ തറയോട് ചേർന്നുള്ള ഭാഗങ്ങളും ഇതിലേക്ക് ഇടിഞ്ഞു വീഴുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടുകൂടി വീടിൻ്റെ അവസ്ഥ അത് വളരെ ഗുരുതരമായ ഒരു ഈ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ വലിയ മഴ പെയ്യുകയാണെങ്കിൽ ആ വീടിൻ്റെ ഭിത്തി ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഏതായാലും ഇങ്ങനെയൊരു സംഭവം ആ പ്രദേശത്ത് ആദ്യമായാണ് സംഭവിക്കുന്നത്. കൂടുതൽ പരിശോധനകൾ നടത്തണമെന്നാണ് ഈ റവന്യൂ അധികൃതർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്.